എൻ്റെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്താ കേട്ടോ. പലയിടത്തും ഈ പലരും പിള്ളേരായാലും വലിയവരൊക്കെ പല ഡിസൈനിൽ പല ഡ്രസ്സ് ഇട്ട് തന്നിട്ടുണ്ട്, ചുരിദാർ ഇട്ട് തന്നിട്ടുണ്ട്, ലാച്ച ഇട്ട് തന്നിട്ടുണ്ട്. ഞാനിത് ലാച്ചയും ചുരിദാറും ഒന്നും ചേർത്ത് ഒരു സാധനം തയ്ച്ചു. ഇതെങ്ങനെയാ തയ്ക്കുന്നൊക്കെയുള്ള കാര്യം ഞാൻ ആ വീഡിയോയ്ക്കകത്തിടാം. നിങ്ങൾ എൻ്റെ വീഡിയോ മിസ്സാക്കാതെ കാണുക, എങ്കിൽ മാത്രമേ ഇതെങ്ങനെ തയ്ക്കുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ തയ്ച്ചെടുക്കുന്നു മനസ്സിലാക്കിയെടുക്കാം. ഹലോ, നിങ്ങളെല്ലാം റെഡി ആണെങ്കിൽ നമുക്ക് പാവാട തയ്ക്കാം. പാവാട ആർക്കാന്നില്ല, എനിക്ക് തന്നെ. നിങ്ങൾ വിചാരിക്കും ഈ പ്രായത്തിലും പാവാടയൊക്കെ ഇട്ട് അടക്കാൻ പോകണമെന്ന്. നമുക്ക് വേഷം ഏത് ഇട്ടിരുന്നതിനും ഒരു വിഷമവും ഇല്ല. കാരണം നമ്മുടെ പ്രായമല്ല നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്, അത് മാന്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമേ അല്ല. നമുക്കത് ഏത് പ്രായക്കാർക്കും ഏത് ഡ്രസ്സ് വേണം. സാരി തന്നെ വേണം നിർബന്ധമില്ല, ചുരിദാറാകാം, സ്കേർട്ടാകാം. അങ്ങനെ നമുക്ക് നമ്മുടെ കംഫർട്ടും മാന്യമായിട്ടുള്ളതുള്ള ഏത് ഡ്രസ്സുകളിലും നമുക്ക് ആർക്കും ഇടാം. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും സാരി അല്ല, ഒരു ചേഞ്ചിന് വേണ്ടിയോ ഒരു ലാച്ചായോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രത്യേകമില്ലാത്ത രീതിയിൽ, പ്രായത്തെ ബഹുമാനിക്കണം എന്നത് വാസ്തവമാണെങ്കിൽ ഒരുപാട് പ്രത്യേകമില്ലാത്ത രീതിയിൽ നമുക്കൊരു ഡ്രസ്സൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല. നമുക്ക് ആകാമല്ലോ, കൊച്ചു പിള്ളേരെ കിടക്കണം, നമുക്കൊന്ന് നടക്കുന്നൊക്കെ തോന്നൽ പലർക്കും കാണുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ പാവാടൊക്കെ ഇട്ടിട്ട് പോകാം. പിന്നെ പാവാട എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതൊന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, പലതും ആരും കാണുന്നില്ലെന്നൊക്കെ എനിക്കറിയാം. പലരും എന്നോട് ചോദിക്കുന്നത് പറഞ്ഞെന്നാൽ മതി, എനിക്ക് കാണാൻ സമയമില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാന്നുള്ള ഉദ്ദേശത്തിനേക്കാൾ നല്ല പറഞ്ഞു തരാന്നുള്ള കണ്ട് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ട് പലരും വിളിച്ച് പല അഭിപ്രായങ്ങളും ചോദിക്കുകയും പലരും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം. എനിക്ക് പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല നമുക്ക് ഇത് യൂട്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരു കാര്യം ഒരാൾ വിളിച്ച് ചോദിക്കും, നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ അപ്പൊ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പൊ നമുക്കിനിയും എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് നമുക്ക് പറയാം. ഇതാണ് ഞാൻ തയ്ച്ച പാവാട. തയ്ച്ചു കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. തയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാണ് തയ്ച്ചു കഴിഞ്ഞ ശേഷം കാണിക്കുന്നത്. ഫ്ലീറ്റ് ഇടുന്നേ വരുള്ളൂ. ഫ്ലീറ്റ് ഇടുന്ന എങ്ങനെ ഞാൻ ഒന്ന് പറയുന്നത്, ഒത്തിരി എല്ലാം കൂടെ കാണിച്ചിരുന്ന വീഡിയോയുടെ നീളം കൂടും. അതുകൊണ്ട് ഞാൻ ഫ്ലീറ്റ് ഇടുന്ന എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഒരു കുറച്ച് തുമ്പ് മുറിക്കുന്ന കുറച്ച് തുമ്പ് ഇടുക. അതോടെ നമുക്ക് മടക്കി അടിക്കാണ്. പാവാട സൈഡിൽ ഇച്ചിരി മടക്കി അടിച്ച് ചെറിയ ഓപ്പണിങ് വേണം, അതിനായിട്ട് നമുക്ക് മടക്കി അടിക്കണം. പിന്നെ ഫ്ലീറ്റ് ഇടുന്നത് ഞാൻ ഒരു കൊച്ചു പിശിക്കുണ്ട്. 4 മീറ്റർ തുണി വേണമെന്ന് കടക്കാർ, എനിക്ക് ഇച്ചിരി വണ്ണം നീളം കുറവല്ലേ, അപ്പം 4 മീറ്റർ തുണി വേണമെന്ന് കടക്കാർ പറഞ്ഞെങ്കിലും ഞാനതൊന്ന് പിശിക്ക് 3.5 മീറ്റർ ആക്കി. വലിയ വിലയുള്ള തുണിയൊന്നും അല്ലെങ്കിലും എനിക്ക് അന്നേരം 3.5 വരുന്നത് ഞങ്ങൾ എടുക്കും. അതുകൊണ്ട് അതിൻ്റെ ചെറിയ പോരായ്മയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫ്ലീറ്റ് ഇടുമ്പം ഇതിന് ഫ്ലീറ്റിൻ്റെ വീതി, ഇപ്പം ഞാനിത് 1 ഇഞ്ച് വീതിയുള്ള ഫ്ലീറ്റാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ആ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ചെറിയ ഗ്യാപ്പ് ഇവിടെ ഇട്ടുണ്ട്. എനിക്ക് വണ്ണം കിട്ടാത്തതുകൊണ്ട്, വണ്ണം കിട്ടുന്നതാണെങ്കിൽ ഫ്ലീറ്റ് ഇങ്ങോട്ട് ചേർത്ത് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ടാൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഇങ്ങനെ അടുപ്പിച്ച് ഫ്ലീറ്റ് ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് ഇങ്ങനത്തെ ഫ്ലീറ്റ് വേണമെങ്കിൽ ഇടാം. ബോക്സ് ഫ്ലീറ്റ് 2 സൈഡിലേക്ക് മടക്കി ബോക്സ് ഫ്ലീറ്റ് ഇടാം. കുഞ്ഞു ഫ്ലീറ്റ് ഇടാം. ഏത് വേണമെങ്കിലും ഇടാം. ഈ പാവാടയ്ക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ പാവാടയ്ക്ക് ഇച്ചിരി വീതിയുള്ള ഫ്ലീറ്റ് ആയിരിക്കും ഒന്നുകൂടെ കാണാൻ നല്ലത്. അപ്പം ഞാൻ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എൻ്റെ പടിയാണ് വെക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ അടിവശത്ത് വീതിയുള്ള തുണിയായതുകൊണ്ട് അടിവശത്തിൻ്റെ ഇവിടെ മടക്കി തയ്ച്ചേക്കണം. എല്ലാം തയ്ച്ചതിന് ശേഷം മടക്കി തയ്ച്ചേക്കും. ഈ ഭാഗം ഇത്രയും കട്ട് ചെയ്തിട്ട് ഒരു 5 ഇഞ്ചും കട്ട് ചെയ്തിട്ട് നമുക്ക് മേളത്തെ പടിക്കുള്ളതാണ്. ഈ ബോർഡർ പോലെ ആ ബോർഡറിന് വരുന്ന സാധനമാണിത്. ഇതിൻ്റെ ഇവിടെ ശേഷം ഇവിടെ മടക്കി അടിക്കണം. ഇനി ഇതിന് നമുക്ക് അണ്ടർസ്കർട്ട് വേണമല്ലോ. ഞാനിത് അണ്ടർസ്കർട്ട് പ്രത്യേകം തയ്ക്കുകയല്ല, ഇതിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്താണ് പോകുന്നത്. നമുക്ക് അണ്ടർസ്കർട്ട് തയ്ക്കാൻ അതേ രീതി തന്നെ ചെയ്യാം. അതെങ്ങനെ അണ്ടർസ്കർട്ട് തയ്ക്കാൻ എടുക്കാൻ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത തുണി എടുക്കാം. ഞാനായിട്ട് ഈ തുണിയാണ് ഞാൻ എൻ്റെ അണ്ടർസ്കർട്ട്. നമ്മൾ അണ്ടർസ്കർട്ട് അല്ല, ലൈനിങ് പോലെ അണ്ടർസ്കർട്ടല്ലേ വെക്കുന്നത്. പക്ഷെ ഇതിലോട്ട് ഈ പാവാടയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യും. നമുക്ക് ആർക്ക് വേണമെങ്കിലും അണ്ടർസ്കർട്ട് ഈ ഒരു തയ്യൽ പഠിച്ചിരിക്കാമെങ്കിൽ നമുക്ക് തന്നെ നമുക്കുള്ള അണ്ടർസ്കർട്ട് തുണിയെടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട്. ഈ ഒരു തയ്യൽ പഠിച്ചിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ പാവാട തയ്ച്ചേക്കുന്ന 3.5 മീറ്റർ നീളത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഫ്ലീറ്റ് അങ്ങനെ എടുത്തേക്കുക. കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തുണി എടുക്കുമ്പോൾ 1.5 മീറ്ററിൽ 2 മീറ്റർ എടുത്താൽ ഇങ്ങനെ വീതിയിൽ അടിക്കേണ്ട. അതുപോലെ തന്നെ ഇങ്ങനെ ഈ നീളമില്ലേ, നീളത്തിനെ ഇങ്ങനെ 2ആയിട്ടോ 3ആയിട്ടോ ഇങ്ങനെ മടക്കാം. നമുക്ക് എത്ര ഇറക്കം വേണം അത്ര ഇറക്കം പിടിച്ചോണ്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ ഒന്ന് മടക്കുക, വീണ്ടും ഇപ്പുറത്തുനിന്ന് ഒന്നുകൂടെ മടക്കുക, ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഈ ജോയിനിങ്ങുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക. 1.5 മീറ്റർ ആണെങ്കിൽ 1.5 മീറ്റർ. പിന്നെ ഇപ്പോൾ നമ്മൾ കൊച്ചു പിള്ളേർക്ക് എത്ര മതിയെങ്കിൽ എത്ര ഇറക്കം വെച്ച് 2 സൈഡും കട്ട് ചെയ്ത് 3 പീസായിട്ട് എടുക്കുക. ഈ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്ലീറ്റ് ഇട്ട് ഇതുപോലെ തന്നെ ഫ്ലീറ്റ് ഇട്ടതിന് ശേഷം ജോയിൻ ചെയ്തിട്ട് ഫ്ലീറ്റ് ഇട്ടതിന് ശേഷം സൈഡ് അടിച്ച് നമുക്ക് പാവാടയായിട്ട് എടുക്കാം.
ഇത് ഞാൻ ചെയ്യുന്നത് നമ്മൾ പാവാടയ്ക്ക് നമ്മൾ അമ്പർല കട്ടിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പാവാടയ്ക്ക് എത്ര ഇറക്കം വേണം നോക്കാം. ഞാനിവിടെ 40 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് മേളത്തെ തയ്യൽ തുമ്പും താഴത്തെ മടക്കും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് 40 ഇഞ്ചിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിവിടെ എടുത്തിട്ടുണ്ട് 40 ഇഞ്ച് ഇവിടെ. അതിനുശേഷം നമ്മൾ 40 ഇഞ്ച് വെച്ചിട്ട് രണ്ടായിട്ട് ഇതിനെ മടക്കണം. ഇത് ഇച്ചിരി തുണി കൂടുതലുണ്ട്, മറ്റേ തുണി കുറഞ്ഞോട് ഞാൻ കൂടുതലാക്കിയിട്ടുണ്ട്. ഇനി രണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ അതിന് നീളത്തിൽ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കും. ഇനി നമുക്ക് ആ രണ്ട് തുമ്പിലൂടെ ചേർത്ത് ഒരു രണ്ട് പിൻ കുത്തിയെടുക്കാം. തുമ്പ് മാറിപ്പോകാതിരിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്ന ആദ്യമായിട്ട് ഇച്ചിരി ഇങ്ങനത്തെ ഒരു നൈസായിട്ടുള്ള തുണിയൊക്കെ അപ്പം വെച്ച് പിൻ കുത്തി വെക്കുന്നത് നല്ല, അല്ലെങ്കിൽ അങ്ങോട്ടിട്ടും തെന്നി മാറും അത്. ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിച്ചിരിക്കുന്നത് അണ്ടർസ്കർട്ട് നമുക്ക് തന്നെ വീട്ടിൽ തയ്ക്കാം. ഒരു മെഷീനും വീട്ടിലുണ്ടിച്ച് തയ്യൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ സുഖമായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിവിടെ നമ്മൾ ഇങ്ങനെ ഒരേപോലെ തയ്ച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ രണ്ട് പിൻകുത്താം. ഞാൻ ഈ തുണി ഇപ്പോഴും രണ്ടായിട്ട് മടക്കി പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. ക്രോസിന് വേണം കട്ട് ചെയ്യാനിത്. ഞാൻ ഇതിൻ്റെ അടി വെച്ച് തയ്ക്കാനായതുകൊണ്ട് അതേ തന്നെ ജോയിൻ ചെയ്ത് പോകാനായതുകൊണ്ട് ഇതിൻ്റെ ഈ മേളത്തെ ഈ വണ്ണത്തിൻ്റെ 4 ഭാഗം എടുക്കണം. അത് 13 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് 13.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇടവണ്ണം, നമ്മുടെ ഈ ഇടവണ്ണം ഇങ്ങനെ എടുക്കുക. ആവശ്യത്തിന് വണ്ണം എടുക്കുക. അതിൻ്റെ 4 എടുക്കുക. 4 പീസാണെങ്കിൽ നമുക്ക് 6 പീസായിട്ടും ഇതുണ്ടാക്കാം. ഞാനിപ്പോൾ 4 പീസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിനി അതിനെ 13.5 ഇഞ്ച് നിലനിർത്തണം. ഇവിടെ ഈ സൈഡ് ഇവിടെ ആദ്യം ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഇവിടെ ഇപ്പുറത്തെ ഈ കോർണർ അടയാളപ്പെടുത്തിയുണ്ട്. അടുത്തത് നമ്മൾ മറ്റേ കോർണർ വേണം അടയാളപ്പെടുത്താൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 13.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി ഇത് രണ്ടും ഇതൂടെ ചേർത്ത് ഇവിടെ ഇങ്ങനെ രണ്ടുകൂടെ ചേർത്ത് ക്രോസിലൊരു ലൈൻ വരയ്ക്കണം നമുക്കിനി. എന്താണ്ട് ഇതിൻ്റെ 2 തുമ്പുകൾ ഇങ്ങേറ്റവും അങ്ങേയറ്റവും കൂടെ ആ 13.5 ഇഞ്ച് ഇവിടെ ഇപ്പുറ സൈഡും 13.5 ഇഞ്ച് വിട്ടിട്ട് ആ ലൈനിനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് സ്ട്രെയിറ്റിലെ കാർവ് ചെയ്തിട്ട് നല്ല ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പീസ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇത് ഇങ്ങനത്തെ തുണി നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ലൈൻ വരച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മളിപ്പോൾ എൻ്റെ 2 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ മടക്ക് ഭാഗവും കൂടെ കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ 4 പീസാക്കിയിട്ട് ഇത് 2 ഇതും 2 അങ്ങനെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ 4 പീസിൽ നമ്മളിങ്ങനെ നൂത്ത് വെച്ചിട്ട് ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും ഇങ്ങനെ ചേർത്ത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 ഭാഗങ്ങൾ ചേർത്ത് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. ഈ പീസ് ഇതുപോലെ ഇപ്പുറത്തെ പീസ് ഇതുപോലെ ഇങ്ങനെ രണ്ടും രണ്ടായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇതിൽ ഒന്ന് ബാക്ക് പീസും ഒന്ന് ഫ്രണ്ട് പീസും ആവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ നമ്മൾ എത്ര വണ്ണം വേണോ അതിൻ്റെ 4 ഭാഗം താഴെയും ഇവിടെ മേലിലും തുണി രണ്ടായിട്ട് മടക്കിയിട്ട് 4 ഭാഗം മേൽവശവും താഴെ വശവും അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളതാണ്. ബാക്കിയുള്ള പീസ് ഇങ്ങനെ ഫുൾ പീസിൽ ബാക്കിയുള്ള പീസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം നമുക്കിനി ഇതിനെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. ഇപ്പം അതാണ്ട് ഞാനിത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ജോയിൻ ചെയ്യുമ്പം ഇതിൻ്റെ വീതി കുറഞ്ഞ തുമ്പ് മേളിൽ തന്നെ വരണം.
വീതിയുള്ളിടം താഴെ വരുന്നത് നല്ല വീതിയുണ്ട്. ഇത്രയും വീതി നമ്മൾ സാധാരണ കോട്ടൺ തുണി എടുക്കാൻ പറ്റില്ല. ഈ തുണിയായിട്ടാണ് ഇത്രയും വീതി വരുന്നത്. കോട്ടൺ തുണിയാണെങ്കിൽ അണ്ടർസ്കർട്ട് ഇടാമെങ്കിൽ ഇത്രയും വീതി വരത്തില്ല. ഇത് ഞാൻ ഇത്രയും വീതി തുണി എടുത്തത് ഇതിൻ്റെ ലൈനിങ് വെക്കേണ്ടതുകൊണ്ടാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഈ ക്രോസ് ആയിട്ടുള്ള പീസിൽ നേരെ 2 പീസോട് നേരെ പിടിച്ചിട്ട് ഇതിൻ്റെ വീതി വരുന്ന ഭാഗം, ആ തയ്യൽ വരുന്ന ഭാഗം രണ്ടും ചേർത്ത് അകത്തേക്ക് വരണം. തയ്യൽ വരുന്ന 2 ഭാഗം അകത്തേക്ക് ചേർത്ത് നല്ല ഭാഗം അകത്തേക്ക് ചേർത്ത് പിടിച്ച് ഈ ക്രോസായിട്ട് വരുന്ന ഭാഗം ഒരു വശം തയ്ച്ചെടുക്കണം. ഇതിൻ്റെ ഒരു ഭാഗം തയ്ച്ചെടുക്കണം, മറ്റേ ഭാഗം നമുക്ക് പിന്നീട് തയ്ക്കാം. എന്നിട്ട് ഇത് തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഇച്ചിരി താഴോട്ട് ഇറങ്ങി കിടക്കും. 40 ഇഞ്ചും കഴിഞ്ഞ് 2 ഇഞ്ചൂടെ താഴോട്ട് ഇറങ്ങി കിടക്കും. അതിന് നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ 2 സൈഡ് കൊണ്ട് ഇതിങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കും. അപ്പം നമുക്ക് ഇതിനെ ആ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ 40 ഇഞ്ച് വെച്ചിട്ട് മൊത്തത്തിൽ അളന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അത് അവിടെ വെച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് അത് ലെവലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഈ വീതിയുള്ള തുണി, അതായത് ഈ പാവാടയിൽ നിന്ന് ആ തുണിയായിട്ടാണ്. കോട്ടൺ തുണി നമ്മൾ അണ്ടർസ്കർട്ടിൽ നിന്ന് എടുക്കുന്ന കോട്ടൺ തുണിയാണെങ്കിൽ ഇത്രയും വീതി ഇല്ലാത്തതുകൊണ്ട് ഈ കട്ടിങ് ഒന്നും വേണ്ടി വരത്തില്ല. നമുക്കത് അത് അറിയണം താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇടാമെങ്കിൽ ഞാൻ അതിൻ്റെ കട്ടിങ് ഇനി ഒരിക്കൽ ഇട്ട് കാണിക്കാം. ഞാൻ തന്നെ ഈ 2 തുണിയും കൂടെ ഒരുപോലെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുമ്പുകളെല്ലാം ഇതെല്ലാം ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യണം. ഇങ്ങനെ ഒന്നിച്ച് ജോയിൻ ചെയ്യണം. ആ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ 2 സൈഡ്, ഇതിൻ്റെ ഈ സൈഡും മറ്റേ സൈഡും തയ്ക്കണം. ഓപ്പണിങ് വരുന്ന ഭാഗം വരെ ഒരു 3.5 ഇഞ്ച് താഴേക്ക് തയ്ക്കാം. ഇതിലും അതുപോലെ തയ്ച്ചെടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യും. തയ്ച്ചെടുത്തിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഞാനിത് 2 സെപ്പറേറ്റായിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഇത് ഇവിടെ മാത്രമാണ് ജോയിൻ ചെയ്യുന്നത്. ബാക്കി താഴോട്ടുള്ളതെല്ലാം 2 സെപ്പറേറ്റായിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇതിന് അതുവശം മടക്കിയെടുക്കണം. അപ്പം നമുക്കിനി ആദ്യം ഈ 2 സൈഡും ജോയിൻ ചെയ്തിട്ട് ഈ പടി വെക്കണമെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഈ താഴ്വശത്തെ ഈ ഇത്രയും ഭാഗം 5 ഇഞ്ച് താഴ്വശത്ത് വെച്ചിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചാൽ പടി വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 സൈഡും ഒന്ന് തയ്ച്ചെടുത്തോണ്ട് വരാം. 2 പീസിൻ്റെ ഈ 2 സൈഡ്, 4 സൈഡ്, ഇതിൻ്റെ 2 സൈഡും ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് തയ്ച്ചിട്ട് തരാം. ഞാൻ തന്നെ ഇതിൻ്റെ ഈ 2 സൈഡ് തന്നെ തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൈഡും അതുപോലെ ഈ തുണിക്ക് അതുപോലെ സൈഡ് ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ്, ഈ തുണി, അതായത് അകത്ത് പാവാടയ്ക്ക് വരുന്ന തുണി ഈ മെയിൻ പീസായിട്ടൊന്നും ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ അകവശവും ഇതിൻ്റെ അകവശവും ഇതിൻ്റെ പുറവശവും നല്ല വശം, ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ ചീത്ത വശവും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് വെക്കണം. ആ മെയിൻ തുണിയുടെ ചീത്ത വശത്തോട്ട് പാവാടയുടെ തുണിയുടെ, ലൈനിങ്ങിൻ്റെ തുണിയുടെ നല്ല വശം ചേർത്ത് ഇങ്ങനെ വെക്കുക. വെച്ച് നമുക്കിങ്ങനെ തയ്ച്ച് വരണം. തയ്ച്ച് വരുമ്പോൾ ഇവിടെ ഇതിന് ഇച്ചിരി നീളക്കൂടലുണ്ടാകും. ആ നീളക്കൂടലിന് 2 ചെറിയ ഫ്രില്ല് ടക്ക് പോലിട്ട് കൊടുത്താൽ മതി. അപ്പം അത് ശരിയായി വരും. അപ്പം നമുക്കിനി ഇതൊന്ന് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതായത് ഞാനതിൻ്റെ 2 വശം, അകവശവും അകവശമല്ല അകത്തെ ആ ലൈനിങ് അതും വെച്ചു. ഇത് പുറമേ ഉള്ള സാധനം വെച്ച് ഒന്നിച്ചേർത്തിട്ടുണ്ടാകും. ഇതിൻ്റെ അകത്തോട്ടും ഇതിൻ്റെ പുറകുവശവും നമുക്ക് കാണാം വെളിയിൽ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് പടി വെക്കണം. പടിക്കായിട്ട് തന്നെ നമ്മുടെ തുണി അതിൻ്റെ താഴ്വശത്ത് ഈ തുണിയുടെ താഴ്വശം വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 ഇഞ്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ച് പടി എന്നുള്ളതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളത് പടി വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഈ തുണിയുടെ ചീത്ത വശത്തു നിന്നാണ് നമ്മൾ പണി വെച്ച് തുടങ്ങാൻ. അതായത് ലൈനിങ്ങിൻ്റെ വശത്തു നിന്ന് വേണം പടി ആദ്യം വെക്കാൻ. ആ ലൈനിങ്ങിൻ്റെ വശത്തേക്ക് ഇതിൻ്റെ നല്ല വശമല്ല ചീത്ത വശം തന്നെ വെക്കണം. ഇവിടെ ഒരു ചെറിയ ബോർഡർ ഇങ്ങനെ കൊടുത്തോണ്ട് നമുക്കിത് ഹുക്ക് വെക്കാനല്ല, ഞാൻ വള്ളി ഇടാനായിട്ടാണ്. ഹുക്ക് വെക്കാനാണെങ്കിൽ നമുക്ക് പടി വെക്കുമ്പോൾ ഈ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ അന്ന് ചെങ്ങനെ അകത്തോട്ട് മടക്കി ജോയിൻ ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്നത് വള്ളി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഹുക്കായാലും എലാസ്റ്റിക് ആയാലും നമുക്കിത് തമ്മിൽ ജോയിൻ ചെയ്ത് അകത്തോട്ട് എലാസ്റ്റിക് ആയിട്ട് വിട്ടാൽ മതി. എലാസ്റ്റിക് വെക്കുമ്പോൾ നമ്മുടെ അരവണ്ണത്തിൻ്റെ നമ്മൾ ഈ വണ്ണം എടുക്കുന്നതിനേക്കാൾ അരവണ്ണം എടുക്കുന്നതിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറച്ച് എലാസ്റ്റിക് ഇടണം. അതിന് മുറുകി കിടക്കത്തുള്ളൂ. ഇതിപ്പം ഹുക്കാണെങ്കിൽ കറക്റ്റ് അളവിന് വരണം. ഞാൻ 2 അല്ല വള്ളിയാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം
ഈ തുമ്പൊന്ന് മടക്കി അടിക്കണം. മടക്കി അടിച്ചിട്ട് ഇതിൻ്റെ നല്ല വശം ഉള്ളിൽ പോകണം. ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ വശത്ത് ചീത്ത വശത്തേക്ക് വെച്ച് വേണം തയ്ക്കാൻ. ഇങ്ങനെ വെച്ച് നോക്കാം. അകത്തുനിന്ന് വേണം ആദ്യം തയ്യൽ തുടങ്ങാൻ. അപ്പം ഞാൻ അകത്തോട്ട് ഫുള്ള് തയ്ച്ചിട്ട് ഈ ഒരു ഇനി അറ്റം വരെ തയ്ച്ചിട്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതാണ് ഇതിൻ്റെ ഈ സൈഡ് ഞാൻ തയ്ച്ചു, ഇവിടെ പടി ജോയിൻ ചെയ്തു. ഇനി ഇത് തിരിച്ച് നല്ല വശത്തേക്ക്, അത് പുറവശത്തേക്ക് ഇങ്ങനെ വെച്ച് അടിയിൽ മടക്കി ഇങ്ങനെ വെച്ച് ഒരടി അടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരടിയും കൂടെ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പടിയുടെ പരിപാടി കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഈ തുമ്പും ഇതിൻ്റെ 2 തുമ്പും ഇതിന് 2 തുമ്പും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. അത്രയും കൂടെ ചെയ്തിട്ട് അടുത്ത എന്താണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ഈ പാവാട ഞാനത് ഇത്രയും വരെ കഴിഞ്ഞതിൻ്റെ പ്രത്യേകം ഇവിടെ സൈഡ് അടിച്ചിട്ടുണ്ട്. ഇവിടെ സൈഡ് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് പ്രത്യേകം അടിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടും രണ്ടായിട്ട് നമുക്കിങ്ങനെ 2 സെറ്റായിട്ട് എടുക്കത്തക്ക രീതിയിലാണ് ഞാനിത് അടിച്ചിട്ടേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ 2ൻ്റെയും താഴത്തെ തുമ്പ് ചെറുതായിട്ടൊന്ന് മടക്കും. ഇത് ഒരുപാട് മടക്കണ്ട, ചെറുതായിട്ട് മതി. ഇതിൻ്റെ ഇറക്കം അനുസരിച്ച് ഞാനത് കറക്റ്റ് ഇറക്കത്തിലായതുകൊണ്ട് നമുക്ക് ചെറിയൊരു മടക്ക് മതി. ഇതിനൊരു ഇച്ചിരി കൂടെ മുന്നോട്ട് മടക്കാം. ഇതിനേക്കാൾ ഇച്ചിരി 1 ഇഞ്ച് മേലോട്ട് കയറത്തക്ക രീതിയിൽ ഇതിനെ മടക്കി അടിക്കണം. ഇത് മടക്കി അടിക്കുമ്പോൾ എപ്പോഴും അകത്തേക്ക് തന്നെ മടക്കി, ഈ തുമ്പ് അകത്തേക്ക് തന്നെ മടക്കി അടിക്കണം. ഇതും അകത്തേക്ക് മടക്കി അടിക്കണം. പിന്നെ നമ്മുടെ വള്ളിക്കുള്ള പീസുണ്ട്, തലേന്ന് മുറിച്ചതിൽ വള്ളിക്കുള്ള പീസാണിത്. ഇതിനെ നമുക്ക് വള്ളിയാക്കി അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പാവാടയുടെ പണി കംപ്ലീറ്റ് ആകും. ഇനി കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അതെങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ പണി കൊണ്ടതിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു താഴത്തെ ബോർഡറിന് ഇവിടെ ഒരു ബോർഡർ ഞാൻ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ലേസ് വെച്ചിട്ട് ഒരു ബോർഡർ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ കൊണ്ടുവരാണെങ്കിലും ഇത് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നല്ല ടോപ്പും എടുത്ത് ഇത് ഇടാമെങ്കിൽ നമ്മുടെ പ്രായമൊന്നും പ്രശ്നമില്ല. നമുക്ക് ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. അപ്പോൾ നമുക്ക് അത് ഫുള്ള് കംപ്ലീറ്റ് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കത് എങ്ങനെ ഇരിക്കും പാവാടയെന്ന് കാണിച്ചു തരാം. ഞാൻ വേണ്ട ആ സ്കേർട്ട് നമ്മൾ തയ്ച്ചുകൊണ്ട സ്കേർട്ട് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട നല്ല വീതിയിലൊരു വള്ളി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ വീതിയിലുള്ള വള്ളി തന്നെ പണിയും കൂടെ ചേർത്ത് ഒറ്റ വള്ളിയായിട്ട് എടുത്താൽ വേണമെങ്കിൽ ചുറ്റിക്കെട്ടാം, അല്ലെങ്കിൽ വള്ളി വെച്ച് നീളത്തിൽ താഴോട്ട് കിടക്കും. പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വള്ളി ഇങ്ങനെ വേണമെന്നില്ല. ഇച്ചിരി വീതി കുറച്ച് വള്ളി എടുത്താൽ അതിൻ്റെ അറ്റത്തൊരു കുഞ്ചലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാകും. അതല്ലെങ്കിൽ തന്നെ ഈ പടി ഇവിടെ നിർത്തിയിട്ട് ഹുക്ക് കൊടുക്കാം. ഹുക്ക് കൊടുത്താൽ കറക്റ്റ് വണ്ണമാണെങ്കിൽ അത് നല്ലതായിരിക്കും, വള്ളി ഒന്നും ഇല്ലാതിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ മേലത്തെ പീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രില്ല് കൊടുത്ത് വെച്ചേക്കാൻ ഞാൻ ഒരുപാട് വലിയ ഫ്രില്ല് കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് ഇച്ചിരി വയറും വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ഫ്രില്ല് കൊടുത്തിട്ട് വല്ലാണ്ട് വയറ് കടി വലിക്കും, ഒത്തിരി ഇതിനേക്കാൾ വയറ് കടി വലിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലിറ്റേ കൊടുത്തിട്ടുള്ളൂ. ഈ തുണിയാകുമ്പോൾ വല്ലാണ്ട് വണ്ണത്തിൽ ഇരിക്കത്തില്ല, ഒതുങ്ങിയ തുണിയാണ്. പിന്നെ അതിൻ്റെ അടിവശത്തെ ലൈനിങ് കോട്ടൺ തുണിയല്ല, അതിൻ്റെ ആ ഈ തുണി വാങ്ങിയത് ലൈനിങ്ങും തുണികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനുണ്ട് ഒരു ഫ്ലീറ്റ് പോലും ഇല്ലാതെ അമ്പർല കട്ട് വെച്ച് ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും കണ്ടാൽ മനസ്സിലാകാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് ഒരിക്കൽ കൂടെ പറഞ്ഞത്. എന്നിട്ട് ഇത് തമ്മിലുള്ള ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വള്ളി പാവാടെ മുകളിലത്തെ താഴത്തെ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല. അതിന് ആകെപ്പാടെ ജോയിൻ ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുകൂടെ ഫ്ലീറ്റും മുകളിലത്തെ പീസും താഴത്തെ പീസും ജോയിൻ ചെയ്തിട്ട് അതോടെ ചേർത്താണ് പടി വെച്ചേക്കുന്നത്. അവിടെ മാത്രമേ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഇത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ തന്നെ ഞാനൊരു ചെറിയ ബോർഡർ കൊടുത്തിട്ടില്ല. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി വലിയ ബോർഡർ ഇച്ചിരി കളർഫുൾ ആയിട്ട് കൊടുക്കാം. നമുക്ക് ഇത്രയും പ്രായമുള്ള ഒത്തിരി വലിയ ബോർഡർ ഒന്നും കൊടുത്താൽ ഒരു ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ശരിയല്ലാതെ അല്ല, എനിക്ക് അത്രയും വേണ്ടുന്ന ഇഷ്ടം വേണ്ട. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ ഇതിനോട് ഇടുന്ന ചുരിദാറിൻ്റെ ഇറക്കത്തിൽ പോലെ ടോപ്പാണ് ഇടുന്നത്. അപ്പോൾ അതെങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എന്താ ഭംഗിയെന്നുള്ളത് നമുക്കൊന്ന് ഇട്ട് ഒരുങ്ങിയ ശേഷം ഒന്ന് നോക്കാം. അപ്പം അതുകൊണ്ട് നമ്മളുടെ ആ ഡ്രസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാനത് ഇത് ഇട്ടേക്കാണ്. അതിൻ്റെ കയ്യിൽ ആ പാവാട അടി വെച്ചാൽ ഒരു ലേസ് ഇവിടെ വെച്ചിട്ടുണ്ട്, 2 സെറ്റ് സ്റ്റോണും വെച്ചിട്ടുണ്ട്. അത് വെക്കണം നിർബന്ധമുള്ളപ്പോൾ വെച്ചാൽ അത് ഞാൻ ഇച്ചിരി ഭംഗിക്ക് വേണ്ടി വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഇച്ചിരി ഓവറാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ വെച്ച് നോക്കാം. എന്തിനാണെന്നറിയാമോ, അതിന് വേറെ കാര്യമുണ്ട്. എൻ്റെ ഈ കയ്യിൽ ഇവിടെ ഒരു ജോയിന്റ് ഉണ്ടായിരുന്നു. ആ ജോയിന്റ് മറയ്ക്കാൻ വേണ്ടി സ്റ്റോൺ വെക്കുമ്പോൾ ജോയിന്റ് അറിയത്തില്ല. അപ്പോൾ അതിനുവേണ്ടി അത് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ബോട്ടത്തിൻ്റെ അടിവശത്ത് ബോർഡറിനും ആ പാവാടയൊക്കെ വെച്ചിട്ട് അതേ ലേസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തന്നെ ടോപ്പായിട്ട് തരുന്നുള്ളൂ. അപ്പം അതിന് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് തീർന്നില്ല, അതിനൊരു ഷാളുണ്ട്. അതിന്
മെറ്റീരിയൽ എടുത്താണ്. അപ്പൊ എനിക്കൊരു ബുദ്ധി തോന്നി എന്തെങ്കിലും തയ്ച്ചാൽ കൊള്ളാമല്ലോ എന്നൊരു ഫംഗ്ഷനൊക്കെ പോകാൻ കൊള്ളാം. പക്ഷെ അത് നോക്കേണ്ട ഇങ്ങനെ ഇടാം, ഒറ്റ ലെയറിൽ ഇങ്ങനെ ഇടാം. അതല്ലെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കാം. ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കിയാണ് ഇടുന്നത്. എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നു രണ്ടായിട്ട് മടക്കി. നമ്മൾ കംഫർട്ടായിട്ട് തോന്നുന്ന ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ ഇട്ടു. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ധാരാളം മതി. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നമുക്ക് ഇച്ചിരി പ്രായം വാങ്ങിച്ച് നമുക്കൊക്കെ കൊടുക്കാമല്ലോ ഇങ്ങനത്തെയൊക്കെ തുണികൾ. പിള്ളേർക്ക് മാത്രമല്ല, നമ്മൾ എനിക്ക് എന്ത് വേഷമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ല. വേഷമൊക്കെ ഇട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇട്ടണമല്ലോ, അതിനായിട്ട് എടുത്തതാണ്. നിങ്ങൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ എൻ്റെ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ വരുന്നതിലേക്കും ടാറ്റാ.